മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനത്തേക്ക് പോകുന്ന യാത്രയാണ് ഹിജറ എന്ന് പറയുന്നത്. സ്വന്തം നാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കുടുംബത്തെയും ഉറ്റവരെയും ഉടയവരെയൊക്കെ വിട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോകുന്നത്. ആ യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് അല്പം ദൂരം കഴിഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് കാര്യം എന്നറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയ ഔ യുസീബുഹാ ഔ ഇലാ ഇംറാത്തി യുൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയിൽ കൂടെ സ്വഹാബത്തുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. പക്ഷെ ആ യാത്രയിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ദീനിനെ ആഗ്രഹിച്ചു കൊണ്ടല്ല യാത്ര ചെയ്യുന്നത്. അതിന് കാരണം ആ യാത്രയിൽ ഉമ്മു ഖൈസ് എന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഹിജ്റ പോകുന്നത്. ആ മനുഷ്യൻ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ആ മനുഷ്യൻ പോവുകയാണ്, ഈ ഉമ്മു ഖൈസ് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്നാൽ ഉമ്മു ഖൈസിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മദീനത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഉമ്മു ഖൈസിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. ആരും പറഞ്ഞിട്ടല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിവുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനല്ല എന്ന് മഹാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചതും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം അറിഞ്ഞു. റസൂലുള്ളാഹിക്ക് ഈ വിഷയത്തിൽ പരിഹാരം കാണും വേണം. എത്ര മനോഹരായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹാരം കണ്ടതെന്ന് ആലോചിക്കണം. ഒരു മനുഷ്യനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ വിളിച്ചിട്ട്, മോനെ നിന്റെ ഹിജ്റ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ആ മനുഷ്യന് വല്ലാത്ത അപമാനവും, അയാളുടെ അഭിമാനത്തെ വ്രണപ്പെട്ടു പോവും. അപ്പൊ അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലാവരുടെ പറയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നീയത്തുകളെ കൊണ്ടാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ എന്താണോ മനസ്സിൽ കരുതുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. വല്ലൊരുത്തനും അല്ലാഹു തആലക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടോ ഹിജ്റ പോവുകയാണെങ്കിൽ അയാളുടെ ഹിജ്റ എങ്ങനെയാണ്? അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും വേണ്ടിയിട്ടാണ്. വമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയ ഔ യുസീബുഹാ ഔ ഇലാ ഇംറാത്തി യുൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. വല്ലൊരുത്തനും ഹിജ്റ പോകുന്നത് ദുനിയാവിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവൻ്റെ ഹിജ്റ അതിനുള്ളതുമാണ്. അപ്പോൾ അവനക്ക് എന്തിൻ്റെ പ്രതിഫലം കിട്ടൂല? അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും വേണ്ടി ഹിജ്റ പോയതിന്റെ പ്രതിഫലം കിട്ടൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ മനുഷ്യൻ പിന്നീട് മുഹാജിർ ഉമ്മു ഖൈസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ മനുഷ്യൻ പിന്നീട് നന്നാവുന്നുണ്ട് കേട്ടോ, ആ നിയത്തൊക്കെ മാറ്റി നന്നാവുന്നുണ്ട്. ഞാൻ ആ ചരിത്രം അങ്ങനെ പറയല്ല, ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാ അമലുകളും നമ്മുടെ നിയത്തുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. എല്ലാ അമലുകളും നിയത്തുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടെന്ന് വെച്ചാൽ എല്ലാ അമലുകളും നിയത്തുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെ എല്ലാ അമലുകളെയും നീയത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും നീയത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, നീയത്തുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും നന്നാവും. നമ്മൾ നിസ്കരിക്കാൻ വരുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും റസൂലുള്ളാഹിന്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാണെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ വരുന്നത് ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ആളാണ് എന്ന് നാട്ടിൽ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിലർത്ഥമല്ല. അല്ലെങ്കിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അർത്ഥമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനായി ചെയ്യുന്ന പല കാര്യങ്ങളും നീയത്തിനെ കൊണ്ട് നന്നാക്കാൻ പറ്റും. ഇപ്പം നമ്മളൊക്കെ പള്ളിയിൽ ഇരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ കരുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിയത്ത് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ഓരോ ഇരുത്തത്തിനും പ്രതിഫലമാണ്. മലക്കുകൾ നമ്മുടെ ദോഷങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പകർത്തണം എന്ന് നിയത്ത് വെച്ചാൽ അതിന് വേറൊരു പ്രതിഫലമാണ്. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണ്,
രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ജോലിക്ക് പോകണം, അങ്ങനെ പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ എഴുന്നേൽക്കുന്നത് അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എന്ന നീയത്തോടുകൂടി നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലമായി. അങ്ങനെ എഴുന്നേറ്റാൽ പിന്നെ ഉറങ്ങുന്നത് വരെയും നമുക്കുള്ള ഓരോ സെക്കൻഡിലും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുക. കാരണം സുബ്ഹ് കഴിഞ്ഞാൽ ളുഹ്ർ നിസ്കരിക്കണം, ളുഹ്ർ കഴിഞ്ഞാൽ അസ്ർ നിസ്കരിക്കണം. ഇങ്ങനെ ഓരോ നിസ്കാരം നമ്മൾ മനസ്സിൽ കാണുമ്പോഴും പ്രതിഫലം കിട്ടുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളൊരു നിയ്യത്ത് വെക്കുകയാണ്, ഞാൻ ഉറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ എഴുന്നേറ്റ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. നമുക്ക് അതാരടുത്തും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നാളെ എഴുന്നേറ്റുകൊണ്ട് സുബ്ഹ് നിസ്കരിക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ ആ ഉറക്ക ഇബാദത്തായി മാറി. എനിക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം, ആരോഗ്യത്തിന് വേണമെങ്കിൽ ഉറക്ക് വേണം. അപ്പൊ ഞാൻ ആ രൂപത്തിലാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഉറക്കത്തിന്റെ ഓരോ സെക്കൻഡും ഇബാദത്തായി മാറി. ജോലിക്ക് പോകുന്ന ആളുകൾ, ഞാൻ ഈ ജോലിക്ക് പോകുന്ന എന്തിനാണ്? എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാന്നുള്ള നിയ്യത്തല്ല. ഇനി പണം സമ്പാദിക്കാനുള്ള നിയ്യത്താണ് എന്ന് വെച്ചാൽ തന്നെ ആ പണം സമ്പാദിക്കുന്ന എന്തിനാ? ഇതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, പള്ളിയിലേക്ക് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ സംഭാവന കൊടുക്കണം, ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങളുമായിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നതെങ്കിൽ ആ ജോലി പ്രത്യേക പ്രതിഫലമുള്ള ജോലിയായി പോയി. നേരെ വർഷം നമ്മൾ വെറും ദുനിയാവിന് മാത്രം ജോലിക്ക് പോവുക, എന്തായാലും നമ്മൾ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും. എന്നാ ജോലിക്ക് പോകുമ്പോൾ നല്ലൊരു നിയ്യത്ത് വെച്ചാൽ പോയി കഴിഞ്ഞാൽ എത്ര റാഹത്തായി. കുളിക്കുന്ന സമയത്തൊരു നിയ്യത്ത്, എന്ത് കുളിക്കുമ്പോൾ വേറെ നിയ്യത്തുണ്ട്, എന്ത് നമ്മൾ കുളിയുടെ സുന്നത്തിന് കൂട്ടുന്ന നിയ്യത്തുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു നിയ്യത്ത് എന്താ? നിയ്യത്ത് എന്ന് പറയുന്നത് കൽബിൽ കരുതേണ്ട വിഷയമാണ്. നാവ് കൊണ്ട് പറയല് നിയ്യത്തിന് സുന്നത്താ, കൽബ് കൊണ്ട് കരുതൽ നിർബന്ധ. ബാത്റൂമിൽ നിന്ന് ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിയ്യത്ത് നാവ് കൊണ്ട് ഉറപ്പ് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കുളിക്കുന്ന സമയത്ത് കൽബിലേക്ക് ഒരു നിയ്യത്ത്, അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു നിയ്യത്ത്, ഞാൻ കുളിക്കാൻ പോവുകയാണ്. എന്തിനാ കുളിക്കുന്നത്? അല്ലാഹു തആല വൃത്തിയുള്ള ആൾക്കാരാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു. അപ്പൊ അതിന് പ്രതിഫലമായി. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നിയ്യത്ത്, എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ എന്തിനാ വിശപ്പ് മാറ്റുന്നത്? വിശന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് കഴിയില്ല, അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറ്റാനാണ്. വിശപ്പ് മാറ്റുന്നത് എന്തിനാ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുകയാണ്, ഞാൻ എൻ്റെ ഔറത്ത് മറക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കുകയാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ തലത്തിലും സ്പർശിക്കുന്നൊരു മതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നിയ്യത്തുകളെ കൊണ്ട് സമ്പന്നാക്കാൻ പറ്റും. കടയിൽ പോയൊരു സാധനം മേടിക്കുകയാണ്, അപ്പോഴും നല്ല നിയ്യത്ത്. ഒരു പുതിയ മൊബൈൽ ഫോൺ മേടിക്കുകയാണ്, അപ്പോഴും നല്ല നിയ്യത്ത്. ഇതിൽ എനിക്ക് നല്ല യൂട്യൂബിൽ നല്ല ക്ലാസ്സുകളൊക്കെ കേൾക്കാലോ, അതുപോലെ ഖുർആനൊക്കെ ഓതാലോ, അങ്ങനെ ഒരു നിയ്യത്ത്. ചിലപ്പോൾ സംഭവിക്കുന്നതിൽ ഹറാമുകളും തെറ്റുകളൊക്കെ വരും. മൊബൈൽ ഫോൺ കൊണ്ട് ഇപ്പം ഇത് മാത്രമൊന്നുമല്ലായിരിക്കും നടക്കുക. പക്ഷെ നല്ലൊരു നിയ്യത്ത് വെച്ചാൽ ആ നിയ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവർ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഇതെൻ്റെ ഉറ്റവർക്ക് ഉടയവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കാൻ പറ്റും, കുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ പറ്റും, സ്കൂളിൽ പോകാൻ പറ്റും. അങ്ങനെ നല്ലൊരു നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. ഗർഭിണി, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഗർഭം ചുമന്നാൽ അതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ, ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവല്ല, നമ്മൾ ഇനി മുതൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൽബിലൊരു നിയ്യത്ത് ഉണ്ടാവണം. എന്താണ് ആ നിയ്യത്ത്? അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് എന്ന നിയ്യത്ത് ഉണ്ടാവണം. എന്നാൽ ഇതേ സന്ദർഭങ്ങളിലൊന്നും ഈ നിയ്യത്തല്ലാത്തൊരു നിയ്യത്ത് ഉണ്ടാവാതിരിക്കാനും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നല്ല നിയ്യത്ത് വേണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്യണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ എല്ലാ കഷ്ടപ്പാടും നമുക്ക് ഇഷ്ടമുള്ളതായി മാറും. ഇപ്പൊ ബുദ്ധിമുട്ടുള്ളൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതിന് ഇങ്ങനെ ഒരു നിയ്യത്ത് വെച്ച് ഇഷ്ടപ്പെട്ട് ചെയ്ത് നോക്കി. റമളാനിൽ തറാവീഹ് നിസ്കരിക്കുക, അല്ലാഹ് നമ്മുടെ പള്ളിയിൽ പല ആൾക്കാർക്ക് എന്താ പറയാ നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ ആ മനുഷ്യരൊക്കെ, ഞാനൊക്കെ പലപ്പോഴും അത്ഭുതപ്പെട്ടു, അവരൊക്കെ നിസ്കരിക്കാൻ പള്ളിയിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഒരാൾ നിസ്കരിക്കാൻ ഒരു പ്രത്യേക ഒരു ഉപകരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിസ്കാരത്തോടെ ലദ്ദത്ത് കൊണ്ടാണ്. അല്ലാഹു തആല ഖബൂലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നല്ല കഷ്ടപ്പാടാ. നമ്മൾ സുജൂദിലേക്കൊക്കെ പോയി പിന്നെ തിരിച്ച് നൃത്തത്തിലേക്കൊക്കെ വരിക നല്ല കഷ്ടപ്പാട്. പക്ഷെ അള്ളാഹിൻ്റെ അടുത്തുള്ള ഒരു ഇഷ്ടത്തിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടാൽ എൻ്റെ ഖബറിൽ അത് വലിയൊരു റാഹത്താകുമല്ലോ എന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലം കിട്ടി. അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.